നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. എല്ലാവർക്കും ഷാ വിഷനിലേക്ക് സ്വാഗതം. ബഹുമാന്യരെ, ഞാനൊരു കാര്യം പറയുമ്പോഴേ നിങ്ങൾക്ക് ഒരു പക്ഷേ അതിശയവും അത്ഭുതം തോന്നാൻ സാധ്യതയാണ് മനഃശാസ്ത്രം പറയുന്നത്. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മ കൂടിയാണ്. പെറ്റു വളർത്തിയ, കൊണ്ടു വളർത്തിയ, പോറ്റി വളർത്തിയ അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, സഹോദരിമാർ, മകൻ, ഭർത്താവ്, ഭാര്യ, ഇവരൊക്കെ ആയിട്ട് നിങ്ങൾ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഒരു നെറുകിൽ ചുംബൻ നൽകുകയോ പിന്നെ കവളത്തിൽ ഉമ്മ ഒഴിക്കുകയോ അതല്ലെങ്കിൽ ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കുകയോ ചെയ്ത ആൾക്കാർ ഒന്ന് ആലോചിച്ചു എത്ര പേരുണ്ട്. ഭാര്യ ഭർത്താവായിട്ട് കഴിയുമ്പോൾ വർഷങ്ങളായിട്ട് ശാരീരികമായി തൊടാത്തവർ, ഷെയ്ക്കാൻഡിൽ കൊടുക്കാത്തവർ, ഒരു ഉമ്മ വയ്ക്കാത്തവർ, കെട്ടിപ്പിടിക്കാത്തവർ, ഒരച്ഛൻ്റെ ഷെയ്ക്കാൻഡ് കൊടുക്കുക കൈ പിടിക്കാത്തവർ, മകൻ്റെ കൈ പിടിക്കാത്തവർ, എത്ര ആൾക്കാർ ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ തെറ്റല്ലേ? ഇന്നലെ ഈ നാളെ മരിക്കേണ്ട നമ്മൾ, നമ്മുടെ സഹോദരിമാർ, ഭാര്യ, പെങ്ങൾ, അച്ഛനമ്മ, മക്കളെയൊക്കെ ദിവസത്തിലേക്ക് ആഴ്ചയിലേക്കൊന്ന് ഷെയ്ക്കാൻ കൊടുക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കുക, കഴിവ് നിറുകയിൽ ഉമ്മ വയ്ക്കുക, അല്ലെങ്കിൽ കവളത്തിൽ ഉമ്മ വയ്ക്കുക. ആ സാഹചര്യം ഉള്ളവർ അതൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഭാര്യ ഭർത്താക്കന്മാർ ഒരു ചുംബൻ നടത്തിയാൽ തന്നെ ഒരു ആയുഷ്വരം നീട്ടി കിട്ടുന്നുള്ളൂ. ആ വിഷയം ഞാൻ സൂചിപ്പിക്കും, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി മാത്രം. ഇത് കണ്ണൂർ കഴിഞ്ഞ ദിവസം 4 പേരിൽ 3 പേര് മരിച്ച, 4ാമത്തെ ആൾ മരിച്ചു കാണുമെന്നാണ് അറിയാം. അത്ര സീരിയസ് ആയത്. ദാരിദ്ര്യത്തിൻ്റെ പേരിൽ ആത്മഹത്യയായിട്ട് കണ്ടു. ഒക്കെ 50 വയസ്സിൽ താഴുള്ളവരാണ്. ഒന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇന്ന് ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തിയുടെ ശരീരത്തിലെ അവയവങ്ങൾ, സെക്സല്ല, അവയവങ്ങൾ വിറ്റാൽ ഏതാണ്ട് ഒരു 10 കോടിയോളം പൈസ കിട്ടുന്നതാണ്. ഇപ്പോൾ ഹൃദയമൊക്കെ കൊടുത്താൽ അറബികളൊക്കെ വന്ന 1 കോടിയോളം എടുക്കും. കാരണം ജീവൻ്റെ വില അതിനേക്കാൾ വലുതല്ലേ. അങ്ങനെ വിലയുള്ള ഒരു ശരീരം നിങ്ങൾ ചാവുകയാണെങ്കിൽ ചാവുന്ന പോയിട്ട് ആ മധുരയിലോ അല്ലെങ്കിൽ എവിടെയും പോയി ഒരു കിഡ്നി കൊടുത്ത് 10-20 ലക്ഷം വാങ്ങിച്ച് നിങ്ങളുടെ മക്കൾ ഒരു മാരുതി കാറൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ചു 5-6 മാസം ഒരു പോലും ജീവിക്കുക, എന്നിട്ട് പോയി ചാവ്. എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട്, ഗുരുവായൂർക്കാരനാണ്, ഒരു ഈഴ് വിഭാഗത്തിൽപ്പെട്ട ഇവിടെ എറണാകുളത്ത് തുണി ബിസിനസ്സാണ്. ഇപ്പോൾ ഒരു 10-15 വർഷം മുമ്പ് വന്ന് എന്നോട് പറഞ്ഞു, ഷാ സാറേ ഞാൻ ചാവാൻ പറഞ്ഞു. ഞാൻ 3 തടിമാട് പോലെ ആൺകുട്ടികളും ഭാര്യ, 1ാമത്തെ ഭാര്യ, ഇയാൾക്ക് ഒരു 50 വയസ്സ് പോലും ഒന്നുമില്ല, 48 വയസ്സായിട്ടുള്ളൂ. ചാവും പണിച്ച് ചോദിച്ചാൽ എന്താ കാര്യം? എനിക്ക് 50,000 കടമുണ്ട്. അപ്പം ഞാൻ കഴിവരുടെ മോനെ, നീ എൻ്റെ ഒരു കിഡ്നി വിറ്റാൽ അന്ന് 10-15 ലക്ഷം രൂപ കിട്ടും. കിഡ്നി അല്ലെങ്കിൽ നീ കൊണ്ട് ആ മധുരയിലോടെയും കൂടി കൊടുത്ത് അത് വാങ്ങിച്ചിട്ട് ഭാര്യ നിങ്ങൾ അന്തസ്സായിട്ട് അടിച്ചുപൊളി ജീവിക്കുക, എന്നിട്ട് ചാവടെ. ഇത് ഞാൻ പറയുക കാരണം തൃശ്ശൂരിലെ ഒരു സ്ത്രീ, എനിക്ക് പരിചയമുള്ള സ്ത്രീയാണ്, ഒരു 10-60 വയസ്സാണ്, പിന്നെ നിപ്പിൾ ക്യാൻസറാണ്. ഒരു 6 മാസം അവധിയുള്ള ഡോക്ടർമാരാണ്. ഓപ്പറേഷൻ ആണെങ്കിൽ 8 ലക്ഷം രൂപയാണ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്ത് ഒരു നിമിഷമെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരുമില്ല. കുടുംബക്കാർക്കുണ്ടാവും, സ്വയം ഉണ്ടാവും. അത് ഒരു വശം. മറ്റൊരു വശം, ഈ 8 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾ 6 മാസം ജീവിച്ചിരിക്കുന്നത് ഉറപ്പുള്ള നിലക്ക് ആ 8 ലക്ഷം രൂപ നിങ്ങൾ അന്ന് ഒരു മാരുതി കാർ വാങ്ങിച്ച് അത് തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്ത് ദിവസം വരിക, ഭക്ഷണം കഴിക്കുക, സിനിമ കാണാം, മറൈൻ്റെ സന്ദർശിക്കാം, അങ്ങനെ പോകുന്ന സ്ഥലത്ത് പോയി 5-6 മാസം കഴിയുമ്പോഴേക്കും ആ 8 ലക്ഷം തീരും, മക്കൾക്കൊരു ആസ്വാദനം കിട്ടും, നിങ്ങൾ മരിച്ചും പോവും എന്ന് പറഞ്ഞ് ആ സ്ത്രീ അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് 6 മാസം 1 മാസം ഇപ്പോൾ ആ സ്ത്രീ മരിച്ചു പോയി, മക്കൾക്ക് ആസ്വദിച്ചു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ഈ 4 പേരോട് പറയുന്നത്, ഇതൊന്നും വേണ്ട. നിങ്ങൾ ഈ ശരീരം വിറ്റ്, ശരീരത്തിൻ്റെ അധ്വാനം വിറ്റ് ജീവിക്കുന്നതാണ് തൊഴിലാളി എന്ന് പറയുന്നത്. അവൻ്റെ മൂലധനം അധ്വാനമാണ്, വേറെ ഒന്നുമില്ല. അങ്ങനെ പോയാൽ ഒരു 1500 ദിവസം കിട്ടും. 4 പേര് പോയി കഴിഞ്ഞാൽ 6000 രൂപ ദിവസം കിട്ടും. ഇപ്പം കൂലിവേലക്ക് എവിടെ ചെന്നാലും കിട്ടും, എന്തെല്ലാം സ്ഥലത്ത് പണിയുണ്ട്, കിട്ടും. 6000 ദിവസം കിട്ടും, 3018 2 ലക്ഷം രൂപയോളം മാസം വരുമാനമായി. അവർ പക്ഷേ 2-3 ലക്ഷം രൂപയ്ക്ക് ലോണുള്ളത്, അത് തീർത്ത് അന്തസ്സ് ജീവിക്കാൻ പാടില്ലേ? അപ്പം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് ഞങ്ങൾ പറയണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, പക്ഷെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ.
ദയവ് ചെയ്ത് നിങ്ങൾ ആരും എന്തിൻ്റെ പേരിലാണെങ്കിലും ജീവിതം നശിപ്പിക്കരുത്. രണ്ട് കാരണം. ഒന്ന്, നമ്മുടെ ജീവനെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അത് ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തന്ന, അത് പ്രകൃതി അല്ലെങ്കിൽ ദൈവം എടുക്കുന്നവരും ജീവിക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് വേറൊരു കോട്ടയത്തുകാരൻ, ഒരു വൺ മിഷൻ നായർ ഡ്രൈവറാണ്. അദ്ദേഹം പറഞ്ഞ്, സാറേ എനിക്ക് ആകെ കൂടി വലിയ വിഷമമൊക്കെയാണ്, അതുകൊണ്ട് എനിക്ക് ഏതൊരു മന്ത്രവാദിയെ കാണുമെന്ന് അറിയാം. അപ്പോൾ എനിക്ക് മന്ത്രവാദി അല്ലെങ്കിലും ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ആളുണ്ട്, അല്പസ്വല്പം മന്ത്രമൊക്കെ ഉണ്ടെന്നാണ്. പുള്ളി കണ്ടുകഴിഞ്ഞ് ചെന്ന് ഞാൻ എഴുത്തു കൊടുത്തിട്ട്, ഈ വരുന്ന ആൾ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും എന്തോ മാനസിക വിഷമമുണ്ട്, ഒന്ന് പരിഹരിക്കുന്നത്. അപ്പോൾ എല്ലാം മിസ്റ്ററി കേട്ട ശേഷം പുള്ളിയുടെ വിഷയം, പുള്ളി വസ്തു വിൽക്കാത്ത വിഷയമാണ്. വസ്തു വിറ്റ് കടം തീർത്ത് രക്ഷപ്പെടും. അതിനൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിൽ കാണണ്ടേ. അപ്പോൾ ഈ പിന്നെ പുരോഹിതനല്ല, ഈ സന്യാസിയിൽ പറഞ്ഞറിയോ, എല്ലാം പറഞ്ഞ് കുറേ മന്ത്രവും ഇതൊക്കെ ചെയ്ത ശേഷം പറഞ്ഞ്, നീ പോകുമ്പോൾ നിങ്ങളടുത്ത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ ആരും ഒരാളെ കണ്ട് നിൻ്റെ ഈ കാര്യം പറയാൻ പറഞ്ഞു. അങ്ങനെ ഇയാളോട് ചെന്ന് ആ ബ്രോക്കറെ കണ്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കച്ചവടം നടന്ന് അവൻ രക്ഷപ്പെട്ട്. അപ്പോൾ ഇതെല്ലാം ഒരു നിമിത്തമാണ്, ഇതൊക്കെ ഒരു കാരണമാണ്. ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ ഒരു നിമിഷം അതിൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിതം ഒരിക്കലും ചെയ്യില്ല. കഴുത്തിൽ കയറി വീണ കൈ താഴെ പോകും, പിന്നെ പൊങ്ങാൻ പറ്റില്ല. അതാണ് പറ്റുക. അങ്ങനെ പൊങ്ങിക്കിട്ടുന്ന അവസരം കിട്ടിയാൽ ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും അവൻ ആത്മഹത്യ പോലും. അത്ര പ്രതിസന്ധി വിഷമുള്ള കാര്യം. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളാരും ആത്മഹത്യക്ക് ചെയ്ത ഒരു പരിഹാരമല്ല. വേഗം 3-4 കാര്യം സൂചിപ്പിച്ച് നിർത്താം. മറ്റൊന്ന്, ആലപ്പുഴയിൽ നമ്മുടെ പോലീസ് ഒരു മുസ്ലിം പള്ളിയിലെ ഏതോ ജീവനക്കാരനാണ്. അയാൾ ഒരു എഴുത്ത് കൊടുക്കാൻ വേണ്ടി ഒരു പ്രായമുള്ള മുസ്ലിം സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. അത് കൊടുത്തിട്ട് അയാൾ പോകുന്നു. പക്ഷേ അവസാനം കുറച്ച് കഴിയുമ്പോൾ ആ സ്ത്രീ മരിച്ചെടുക്കണം. അവസാനം ഇയാളാണെന്ന് പറഞ്ഞ് ഇയാൾ പിടിച്ച് തല്ലുമൊക്കെ ചെയ്ത് കേസ് അത് ജയിലിലേക്ക് കിട്ടുന്നേ. അവസാനം വേറൊരു കള്ള കുടുംബത്തിൽപ്പെട്ട ഭാര്യ ഭർത്താവാണ് ഇവരെ കക്കാൻ വേണ്ടി കൊന്നത്. ഇയാൾ വന്ന് അപ്പോൾ ഈ ദിവസം ജയിലിൽ കിടന്ന് തല്ലുകൊണ്ടൊക്കെ എന്തായി? എന്ത് നമ്മുടെ പോലീസ് പറ്റുന്നത്, എന്താ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നത്? ഇന്നാളെ ഒരു പെൺകുട്ടി വാക്കിട്ട് 65 വയസ്സുള്ള ജോസഫ് ഒരാൾ, അത് ആലപ്പുഴ പറയുന്നത്, അയാൾ 95 ദിവസം അല്ലെന്ന് 1 കൊല്ലത്തോളം ജയിലിലിട്ട്. അവസാനം ആ കുട്ടി പറഞ്ഞു, ഞാൻ അദ്ദേഹം അല്ല, എൻ്റെ കാമുകി രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാന്ന് പറഞ്ഞു. പോലീസും നമ്മുടെ രാഷ്ട്രീയക്കാരും പത്രക്കാരൊക്കെ പെണ്ണ് കേസ് കേട്ട ഉടനെ അവിടെ റിലീസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പെണ്ണ് കേസ് കേട്ട് റിലീസ് ചെയ്തോ, പക്ഷെ 3 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, കോടതി കുറ്റവാളിയാണെന്ന് പറയുന്നവരെയോ അദ്ദേഹത്തെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കരുത്. കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ വരികൾക്കിടയിൽ നോക്കിയിട്ട് വേണം, അതിൻ്റെ ലക്ഷ്യം നോക്കിയിട്ട് വിധി പ്രഖ്യാപിക്കും. പത്രക്കാർ വാർത്ത കൊടുക്കൽ കോടതിയുടെ റിപ്പോർട്ട് വിടും, പോലീസായിരുന്നു മാർഷൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ആലോചിക്കണം. അങ്ങനെ ചെയ്യാതെ എത്ര കുടുംബങ്ങളാണ് വഴിയാതമായി പോയി ആത്മഹത്യയുടെ ഒക്കെ, എത്ര കുടുംബങ്ങൾ. എന്താണ് നമ്മുടെ പോലീസ് പറ്റുന്നത്? തന്നെയുമല്ല, നിരന്തരമായിട്ട് പോലീസിൽ നിന്ന് വരുന്നത് ആരാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്? തൊട്ടേനും പിടിച്ചതിനൊക്കെ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ള നിയമം എവിടെയാണോ ഉള്ളത്? അവസാനം ഗത്യന്തരമെല്ലാം വന്നാൽ ജനങ്ങൾ തെരുവിലിറങ്ങും. അപ്പോൾ പോലീസൊക്കെ ഓടി ഒളിച്ച് മുട്ടുകല്ല് ഒളിക്കും, ഓടി ഒളിച്ച് ഒളിപ്പോണ്ടി വരും. നമ്മൾ പോലീസ് ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, പിന്നീട് സ്നേഹിക്കുന്നു. കാരണം പോലീസില്ലാത്ത ഒരു നിമിഷം രാവിലെ 6 മുതൽ 8 വരെ പോലീസിന് ശ്രദ്ധയില്ല. 6 മണിക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിയും, 8 മണിക്ക് പുതിയ ആൾ. ആ 2 മണിക്കൂറാണ് കള്ളന്മാർ കാത്തിരുന്ന് കക്കുന്നത്. അപ്പോൾ അവരുടെ ശ്രദ്ധയില്ലെങ്കിലോ, ഒരു ദിവസം പോലീസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ ബഹളമോ കോലാഹലവും അല്ലേ? അപ്പോൾ പോലീസ് കണ്ണിലന്വേഷിച്ച് കാത്തിരിക്കുന്നുണ്ട്. അത് നമ്മൾ അഭിമാനിക്കണം, അവർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, ബഹുമാനിക്കണം. പക്ഷെ മതിയിലോ, കള്ളെന്തിന് നഞ്ചെന്ന് നാനാഴി എന്ന് പറയുമ്പോലെ കുറച്ച് ആൾ മതിയിലോ അവർ മോശമാക്കാൻ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തൊട്ടേന് പിടിച്ചിടുന്നതും പബ്ലിക്കിൽ തല്ലാനുള്ള ഒരു നിയമവും നിങ്ങൾക്കില്ല. അറിയില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾക്ക് കക്ഷികളോട് ബലം പ്രയോഗിക്കാനുള്ള ഒരേ ഒരു സാഹചര്യമുള്ളൂ. അതാണ് കോടതി നിയമം പറഞ്ഞത്. അത് കോടതി ഒരു പ്രതിയെ ഹാജരാക്കാൻ പറഞ്ഞാൽ അവനെ ഹാജരാക്കാൻ വേണ്ടി അവൻ്റെ വീട്ടിൽ അവനെ സമീപിക്കുമ്പോൾ അവൻ ചെറുത്ത് നിന്നാൽ അവനെ ശാരീരികമായിട്ട് പോലും ആക്രമിച്ചിട്ട് കീഴ്പ്പെടുത്തി കോടതിയിലെത്തിക്കാം. അവിടെ മാത്രമാണ് ബലം പ്രയോഗിക്കാൻ പാടുള്ളൂ. മറ്റേ ഒരു കാരണവശാലും ബലം പ്രയോഗിക്കാൻ പാടില്ല. അതേ സ്ഥാനത്ത് സമരത്ത് വരുന്ന ആയിരങ്ങൾ വരുന്നു, അവർ തല്ലിപ്പിടിക്കാൻ ശ്രമിക്കുന്നു, അവിടെ ബലം ഉപയോഗിക്കുക. അതും അറിയാമല്ലോ നമുക്ക്. അല്ലേ? അല്ലാതെ ഒരു റോഡ് പോകുന്നവരെ ഹെൽമെറ്റ് ഇല്ലാത്ത പേരിലൊന്നും തല്ലാനോ ചോദിക്കാനോ ഒരു നിയമമില്ല. തന്നെയല്ലേ ഹെൽമെറ്റ് ഒരാൾ വന്ന് അതോടെ രാജ്യം അപകടത്തിലാവുമോ? ഹെൽമെറ്റ് വെച്ച് പോയി അവന് അപകടം പറ്റും. എങ്കിലും നിയമമുണ്ട്, നിയമത്തെ പാലിക്കണം, അത് തെറ്റൊന്നുമില്ല, ശിക്ഷയൊക്കെ കൊടുക്കാം. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. എന്താ നിങ്ങൾ പറ്റുന്ന പോലീസ് നിങ്ങൾക്ക് പറ്റുന്നത് ശ്രദ്ധിക്കണ്ടേ? പിന്നെ
കോൺഗ്രസ്സിന് നല്ലതോട് ചീത്തയുണ്ട്. പല മോശം കാര്യങ്ങൾക്കും കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വാദിച്ചു പോകുന്ന യോഗത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള പരാതിയിൽ അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ ആറ്റിറ്റ്യൂഡ്, ഇപ്പോഴത്തെ ചിന്ത നമ്മൾ സപ്പോർട്ട് ചെയ്ത് പോകുന്നത് ഞാൻ കയറിയുള്ളൂ. ആ രാഹുൽ ഗാന്ധിയെ കുറിച്ച് കോൺഗ്രസ് പറയാണ് പല മോശമായ കാര്യങ്ങൾക്കും അടിസ്ഥാനം ആരംഭം കോൺഗ്രസ്സിനാണ്. പശുവധ നിരോധനം അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഗുജറാത്തിൽ ആകെ ഒരു MP മാത്രമേ ഉള്ളൂ കോൺഗ്രസ്. ഒരേ ഒരു MP വനിതയാണ്. അവർ പറയാണ് പശുവിനെ രാജമാതാവായി പ്രഖ്യാപിക്കണം. ഇത് കോൺഗ്രസ് പറഞ്ഞ് BJP പറഞ്ഞത്. എന്ത് പറ്റി കോൺഗ്രസ്സുകാർക്ക്? പശു രാജമാതാവായി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ വശങ്ങൾ? ഇവിടെ ലോകത്ത് പശുമാംസം പശുവിനെ അറക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പല സ്റ്റേറ്റുകളിൽ. നമുക്കത് ഭാഗികമായിട്ട് സമ്മതിക്കാതെ. കാരണം കാരണം ഇന്ത്യ കാർഷിക രാജ്യമാണ്. ഈ കൃഷിയാണ്. കൃഷിക്ക് ഉഴുവാൻ കാളുകളാണ് വേണ്ടത്. ഇപ്പോൾ ട്രാക്ടറൊക്കെ. അപ്പോൾ കാളുകൾ വരുമ്പോൾ അതിന് വംശം നിലനിർത്തുന്ന പശു വേണം, അമ്മ വേണം, അല്ലാണ്ട്. അതുകൊണ്ട് അമ്മയെ നമ്മൾ ആദരിക്കുകയോ അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പശു നമ്മൾ ബഹുമാനിച്ചിട്ടൊന്നും കുഴപ്പമില്ല. അതിന് സംരക്ഷണം കൊടുക്കണം, കൊല്ലാതിരിക്കണം, ഒക്കെ ശരി തന്നെയാണ് നീ. പക്ഷെ അതിപ്പം മാറി ട്രാക്ടറൊക്കെ അല്ലേ. എങ്കിലും ആരോഗ്യമില്ലാതെ ലോഡിൽ തടസ്സമായി നിൽക്കുന്ന പശുക്കളെയൊക്കെ ഒന്ന് ഉന്മൂലനം ചെയ്യേണ്ടത്. ഇപ്പം ഗുജറാത്തിൽ പ്ലേഗും വെള്ളപ്പൊക്കം മൂലം ഭൂകമ്പമൊക്കെ ഉണ്ടായപ്പോഴേ ലക്ഷങ്ങൾ ആൾക്കാർ പ്ലേഗ് മൂലം മരിച്ചു. അതെന്താ പ്ലേഗ് വരാൻ കാരണം? ഇവിടെ ജനങ്ങൾ മരിച്ചാൽ പോലും വേണ്ടത്ര രീതിയിൽ സംസ്കരിക്കുന്നില്ല. അതാണ് ഇന്ത്യയുടെ ചില രീതി. അത് വെച്ച് നോക്കും. മൃഗങ്ങൾക്ക് ഇങ്ങനെ കാലറ്റി മൃഗങ്ങൾ തെരുവിലേക്ക് അയച്ചുവിടും. അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല. പാല് കിട്ടാത്ത പശുവിനെ അവർക്ക് വളർത്താൻ പറ്റുമോ? അതവർ തെരുവിൽ അളിഞ്ഞ് കിടന്ന് എവിടെയെങ്കിലും ചത്തുമ്പോൾ മുനിസിപ്പാലിറ്റി വന്നിട്ട് ഒന്ന് തോണ്ടിയിട്ട് കുഴിച്ചിടും. അങ്ങനെ ലക്ഷക്കണക്കിന് പശുക്കളെ ഗുജറാത്തിൻ്റെ ആ ഭാഗത്ത് സൂറത്തിലേക്ക് കുടിച്ചിരുന്നു. ഒരു പ്രാവശ്യം അവിടെ ഭൂകമ്പമുണ്ടായി, പിന്നെ വെള്ളപ്പൊക്കം വന്നു. 2 ദിവസം ഇതെല്ലാം ഇളകിയിട്ട് പ്ലേഗ് വന്ന് ലക്ഷങ്ങൾ ചത്തുപോയി. ഇത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും, ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കുള്ളൂ. ഞാൻ പറഞ്ഞു മാത്രമല്ല. അതായത് ഇന്നിപ്പോഴും ഏതാണ്ട് ഒരു തക്കാളിക്ക് 30 രൂപ, 40 രൂപ, 50 രൂപ, ചില സമയത്തൊക്കെ 100 വരാറുണ്ട്. ഇന്ന് ഇന്ത്യയിൽ സസ്യബുക്ക് എന്ന് പറയുന്നത്, യഥാർത്ഥ സസ്യബുക്ക് എന്ന് പറഞ്ഞാൽ വെറും 3% താഴുള്ളൂ. ബാക്കിയുള്ളവർ സസ്യം കഴിക്കും, മറ്റ് മാംസം കഴിക്കുന്നതാണ്. ഈ 3% മാത്രമാണ് സസ്യബുക്കെങ്കിൽ, എന്നിട്ട് തക്കാളിക്ക് 35-100 ഉണ്ടെങ്കിൽ എല്ലാവരും സസ്യബുക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ഇത്രയും 150 കോടി ജനങ്ങൾക്ക് തക്കാളി ഉണ്ടാക്കി നോട്ടടിക്കുമ്പോൾ അടിച്ചെടുക്കാൻ പറ്റില്ല. അത് ഭൂമി മണ്ണിൽ വിത്ത് വിതറി മുളച്ച് ഏതായാലും 3-5 മാസം പിടിക്കും. ഇത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കാൻ പറ്റുമ്പോൾ തക്കാളിക്ക് 1000 രൂപയിൽ കിട്ടുമോ? ഇന്ത്യയിൽ മുഴുവനും സസ്യബുക്കായി. മാംസാഹാരം പാടിൽ നിരോധിച്ചു. ഓക്കെ, അത് നിയമമുണ്ടായി. ഒന്ന് ആലോചിച്ച്, കാലിലെ കാലത്തെ കുറിച്ച് കുഞ്ഞുനിമ്പേ നമുക്ക് മുൻകൂർ പറഞ്ഞിട്ട് തമാശയെങ്കിലും കാലിനൊക്കെ. അതുപോലെ എല്ലാവരും സസ്യബിലേക്ക് വന്നാൽ ഒരു തക്കാളിക്ക് 1000 രൂപ കിട്ടുമോ? എന്താ നിങ്ങളിത് മനസ്സിലാക്കാത്തത്? ഇതിന്ന് ചത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അവശയായി കിടക്കുന്നവരൊക്കെ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ മൃഗ മാംസത്തിൽ നിന്നാണ്. ഈ പാവപ്പെട്ട ആൾക്കാരുള്ള 90%. അപ്പോൾ അവർക്കൊക്കെ പ്രോട്ടീൻ കിട്ടുന്നത് പശുവിൻ്റെ അല്ലെങ്കിൽ കാളയുടെയൊക്കെ ആയിരിക്കും. അതുപോലും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ പിന്നെ ഇവർക്ക് വിശപ്പ് എന്തെങ്കിലും കഴിക്കും? പ്രോട്ടീൻ കിട്ടില്ല, മറ്റു ഭക്ഷണം കിട്ടില്ല. അപ്പോൾ പ്രോട്ടീൻ്റെ അല്ലെങ്കിൽ വിറ്റാമിൻ ക്ഷാമം ഉണ്ടാവും. പിന്നെ പച്ചക്കറികൾ കണ്ടമാനം വില കൊടുക്കും. അപ്പോൾ ഈ 3% വരുന്ന ബ്രാഹ്മണിക്കൽ ലോബി നിങ്ങൾക്ക് പച്ചക്കറി കിട്ടുള്ളൂ, നിങ്ങൾക്ക് കൊടുക്കേണ്ട ഈ വില നിങ്ങൾക്കും അത് പറ്റി കിട്ടില്ലോ. ഇതൊന്നും കാണാതെയും ചിന്തിക്കാതെയും എന്താണ് നിങ്ങൾ മരമണ്ടന്മാരായി പോകുന്നത്? മനസ്സിലാകുന്നില്ല മരമണ്ടന്മാരായി പോകുന്ന കാര്യം. ഇത് വേറൊരു സംഭവം. ഇപ്പം അതും കൂടി പറഞ്ഞാൽ വിഷയത്തിൽ കിടക്കും. കാനറ ബാങ്ക്, കാനറ എന്ന് പറഞ്ഞ സ്ഥലം കർണാടകയിലെ സ്ഥലമുള്ള കാനറ. അവിടെ തുടങ്ങിയാണ് കാനറ ബാങ്ക്. മറ്റ് ബീഹാർ ബാങ്ക്, മറ്റ് പല ബാങ്കുണ്ട്. എല്ലാ സ്റ്റേറ്റിൻ്റെയും പേരിലെ ബാങ്കുണ്ട്. കേരളത്തിൽ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഗ്രാമീണ ബാങ്ക് വന്നിട്ടുണ്ട്. കേരള ഗ്രാമീണ ബാങ്കുണ്ട്. കാനറ ബാങ്കിൽ എറണാകുളത്ത് പിന്നെ ഹെഡ് ഓഫീസ്, അതിൽ അവിടുത്തെ ഒരു പുതിയ മാനേജർ നിയമം ഉണ്ടാക്കി. മാംസാഹാരം കഴിക്കാൻ പാടില്ല, ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. അത് കൂടാതെ വേറെ നിയമം ഉണ്ടാക്കി, മാംസാഹാരം കഴിക്കുന്നവർക്ക് അക്കൗണ്ട് കൊടുക്കാൻ പാടില്ല. എന്താ ഇത്? എന്താണ് ഇന്ത്യ? എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയം? ഇന്ത്യൻ്റെ സാമൂഹിക നില? അവിടെ തന്നെ ജോലി എടുക്കുന്ന ഹിന്ദുക്കളിൽ തന്നെ നല്ല ശതമാനം സഹകരിച്ചിട്ട് അവരൊരു ബീഫ് ഫെസ്റ്റിവൽ നടത്തി.
കാരണം ഭക്ഷണം ചെയ്ത് കഴിക്കുമ്പോൾ അവന് അവകാശമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ വെജിറ്റേറിയൻ അല്ലാത്തവർക്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. എന്നിട്ട് അവിടുത്തെ ഹിന്ദുക്കൾ തന്നെ ബീഫ് ഫെസ്റ്റിവൽ നടത്തി. എവിടുന്ന് വന്നൊരു ഉദ്യോഗസ്ഥൻ? അവരൊക്കെ പറയുന്ന അവകാശം. കാനറ ബാങ്കിൽ, ഏതെങ്കിലും നാഷണലിസ്റ്റ് ബാങ്കും വെജിറ്റേറിയൻ വെജ് ഭക്ഷണത്തെക്കുറിച്ച് പറയാൻ അവർക്ക് എന്താ അവകാശം? അത് വേറെ ലെവലല്ലേ. അപ്പോൾ നമ്മുടെ രാജ്യം പോയിപ്പോൾ എവിടെ എത്തി? ഇന്നത്തെ ചർച്ച മുഴുവൻ ഈ അടുത്ത മാസം 27-ാം തീയതി RSSന്റെ 100ാമത് ജന്മവാർഷിക ദിനമാണ്. അത് എതിരെ കൊണ്ട് കോഴിക്കോട് പോലെ 10-20 സംസ്ഥാനങ്ങളിൽ അതിനെതിരെ ഫാസിസത്തിനെതിരെയുള്ള പരിപാടിയുണ്ട് 27-ാം തീയതി. പല സംസ്ഥാനങ്ങളുണ്ട്. ഇവരിങ്ങനെ ചെയ്യുന്നു. ഇതിങ്ങനെ വന്ന് എവിടെ എത്തുന്നത്? എന്താ അവസ്ഥ ഇത് മനസ്സിലാക്കേണ്ടത്. എന്താണ് ബുദ്ധിയുള്ള ബ്രാഹ്മണിക്കൽ ലോബി നിങ്ങളിത് ചിന്തിക്കാത്തത്? നിങ്ങളാണ് IQ-ൽ വളരെ മുന്നിട്ട് നിൽക്കുന്നത് ലോകത്ത് തന്നെ. ബ്രാഹ്മിൻസ് അങ്ങനെയാണ്, ആര്യ സംസ്കാരം ബ്രാഹ്മിൻസ്. അത് നിങ്ങൾ ഇതൊക്കെ പ്രായമായി ചിന്തിക്കാത്തതാണ്. ഇപ്പം പെട്രോൾ വില കൂടി 110 രൂപയായി. പെട്രോൾ ഉപയോഗിക്കുന്നതിൽ 80% ഹിന്ദുക്കൾ തന്നെയല്ലേ. അപ്പോൾ വില കൂടിയാലും അതിൻ്റെ അത്യാവത്ത് വരുന്ന ഹിന്ദു സമുദായത്തിനല്ലേ. ന്യൂനപക്ഷം 20% അല്ലേ ഉള്ളൂ മാക്സിമം. ആ 80% ദൂഷ്യം വരും. നിങ്ങൾ എന്താണ് അതിനെ അനുകൂലിക്കുന്നത്? അപ്പം നിങ്ങളിലൊക്കെ ലക്ഷ്യം ഹിന്ദു സമുദായ ഉണർവോ ഉന്നതി അല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില മേഖലകൾ വളരണം എന്നുള്ള അത് മുഴുവൻ അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുന്നവർക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മൾ എന്താണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? ഇപ്പം ഇന്നത്തെ പ്രധാന ചർച്ചയിൽ എൻ്റെ ഞാൻ വെച്ച പോയിന്റ്, അതായത് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇതാണ്. അപ്പോൾ പലരും പറഞ്ഞു EVM വേണ്ട, നമുക്ക് എന്ത് തെരഞ്ഞെടുപ്പ് മതി എന്ന് പറഞ്ഞ് ബാലറ്റ് പേപ്പർ. നല്ല ആശയം. പക്ഷെ നെഹ്റു പറഞ്ഞ പോലെ ഐഡിയ ഈസ് ഗുഡ് ബട്ട് ലെഗ് ഈസ് മൈറ്റ് എന്ന് പറഞ്ഞ പോലെ ഐഡിയ നല്ലതാണ്, പക്ഷെ കാലം എൻ്റെതെന്ന് പറഞ്ഞ പോലെയാണ്. അതിലുണ്ട് അപകടം. ഞാൻ പണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലും സൂചിപ്പിക്കുകയാണ്. ബൂട്ടോ അവിടെ ഇലക്ഷൻ നടത്തി. 95% വോട്ട് ബൂട്ടോൻ്റെ പാർട്ടിക്കാണ് സീൽ ചെയ്ത് വന്നത് ബാലറ്റ് പേപ്പർ. ഇവിടെ ഇന്ദിരാഗാന്ധി ചെയ്തോ അതുപോലെ കുറച്ച് ചെയ്ത്. അതെന്താ ശ്രദ്ധിച്ചാൽ ഇലക്ഷൻ എന്ന് പ്രഖ്യാപിക്കുന്നു, എന്ന് വോട്ടെടുക്കുന്നു, വോട്ട് എണ്ണുന്നു എന്നുള്ള കണക്ക് നോക്കിയിട്ട് ഈ പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞാണ് വോട്ട് എണ്ണുന്നെങ്കിൽ അന്ന് തെളിയാവുന്ന രീതിയിൽ അവർക്ക് ജയിക്കാൻ മാത്രമുള്ള വോട്ട് ഓരോ ചിഹ്നത്തിലും സീൽ ചെയ്തിരിക്കും. ഇത് നമ്മളിപ്പോൾ 10 ദിവസം ഗ്യാപ്പുള്ളപ്പോൾ നമ്മൾ പോയി വോട്ട് ചെയ്യാൻ കൊടുത്ത സീൽ അത് അവിടെ പതിയും. പക്ഷെ അത് ഈ 10 ദിവസം കൊണ്ട് അതങ്ങോട്ട് അബ്സോർവ് ഇല്ലാതെ പോവും. മറ്റ് 10 ദിവസം ആദ്യം പ്രിന്റ് ചെയ്ത് തെളിച്ച് വരികയും ചെയ്യും. വോട്ട് എണ്ണുമ്പോൾ ആദ്യം സീലേ ഉള്ളൂ. അങ്ങനെയാണ് ആ തട്ടിപ്പ്. അപ്പം അതും സുരക്ഷിതമല്ല. പിന്നെ ഏതാ സുരക്ഷിതം? നിങ്ങൾ പഴഞ്ഞിനാണെങ്കിലും നിങ്ങൾക്ക് ആനപ്പെട്ടി കാളപ്പെട്ടി ഉണ്ട്. പണ്ട് 2 ചിഹ്നമുള്ളൂ പെട്ടിയിൽ. ഒരു ചിഹ്നം ആനയുടെ ചിത്രം വെച്ച് ബോക്സ് വയ്ക്കും, മറ്റൊരു ചിഹ്നം കാളയുടെ ചിത്രം വെച്ച്. അപ്പം നിങ്ങൾക്കത് ബാലറ്റ് പേപ്പർ തരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെട്ടി കൊണ്ട് ഇടാം. ശീലം ചെയ്യണ്ട, പെട്ടി കൊണ്ട് ഇട്ടാൽ മതി. അതിൽ കൃതവും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഒരു കുലങ്കഷമായി ചിന്തിച്ചതിനെ കുറിച്ച്, ഈ വോട്ടേഷനെ കുറിച്ച് ഇത് കണ്ടുപിടിച്ച ലോകരാജ്യങ്ങളിൽ ഒരു സ്ഥലത്തും ഉപയോഗിക്കുന്നത്, ഇന്ത്യയിൽ മാത്രം ഉപയോഗിച്ച് തീരുമെന്ന് പറയുമ്പോൾ അതിന് തട്ടിപ്പല്ലേ. അങ്ങനെ വരുമ്പോൾ അതാണ് ഏറ്റവും സുരക്ഷിത മാർഗം. പക്ഷെ ഇത് അംഗീകരിക്കുമോ? അവിടെ ഒരു വിഷയമുണ്ട്. അതാണ് പറയുന്നത്, ആകെ വോട്ടർമാരിൽ 80% വോട്ട് ചെയ്തിരിക്കണം. 80% വോട്ട് ചെയ്തില്ലെങ്കിൽ ബാക്കി ചെയ്യാത്തവർക്ക് വ്യക്തമായ കാരണം കാണിച്ചില്ലെങ്കിൽ ചെറിയ ഫൈൻ ഏർപ്പെടണം. അപ്പം ആകെ 80% വോട്ട് ചെയ്തിരിക്കണം. അതിൽ 51% വോട്ട് കിട്ടിയ ആൾ മാത്രമേ ജയിച്ചായി പ്രഖ്യാപിക്കാവൂ. അങ്ങനെ വരുമ്പോഴേ 2 സ്ഥാനാർത്ഥി മാത്രമാണ് ഒരു മണ്ഡലത്തിൽ ഉണ്ടാവുള്ളൂ. ഇത് ശ്രദ്ധയോടെ കേൾക്ക്, ബുദ്ധിപൂർവ്വം കേൾക്ക്, ചിന്തിക്കുക. ആകെ വോട്ടർമാരിൽ 80% ചെയ്തിരിക്കണം. ആ വോട്ടാണ് ആ ഇലക്ഷൻ സാധുവാകുള്ളൂ. അങ്ങനെ ചെയ്തതിൽ നിന്നും 51% വോട്ട് കിട്ടിയ ആളെ ജയിച്ചായി പ്രഖ്യാപിക്കാവൂ. അപ്പോൾ 2 സ്ഥാനാർത്ഥി മാത്രമാണ്, മൂന്നാമത് വരില്ല. കാരണം ഒരിക്കലും ജയിക്കില്ല, പിന്നെ ആരും വരില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ ഈ കാളപ്പെട്ടി ആനപ്പെട്ടി ചിഹ്നം വെച്ചിട്ട് ചെയ്യേ, ഒരു കൃത്യം നടക്കാൻ പറ്റില്ല. യഥാർത്ഥ വോട്ടർമാർക്ക് വോട്ട് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ജയിപ്പിക്കാം. ആ ഒരു സിസ്റ്റം ഇന്ത്യയിൽ വന്നില്ലെങ്കിൽ ബാക്കി എന്ത് ചെയ്താലും കൃത്രിമം കാണിക്കും. BJP അധികാരത്തിൽ താഴെ ഇറങ്ങില്ല, BJP പോവുകയും ചെയ്യും. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടെങ്കിലും അവർ തോറ്റ് നടന്നപ്പോൾ രാജിവെച്ച് പുറത്തിറങ്ങിപ്പോയി. പക്ഷെ ഇന്നത്തെ എത്ര ഈസിയായിട്ട് BJP ഗവൺമെന്റ് താഴെ ഇറങ്ങുന്നുണ്ടോ?
കാരണം എന്താണ്, കഴിഞ്ഞ വർഷം സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ആഭിമുഖ്യത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത് ഒരു സമരം നടത്തി ഈ ഇലക്ഷൻ്റെ EVM-നെതിരെ കുറിച്ചും. അന്ന് ഈ രാഷ്ട്രീയ പാർട്ടി ആരും തിരിഞ്ഞു നോക്കി, രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല, അവർ കണക്കിലെടുത്തില്ല. അവസാനം ചന്തിക്ക് പൊള്ളാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ രാഹുൽ ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടി ഉൾപ്പെടെ രംഗം ഇറങ്ങിയിട്ട്. അപ്പോൾ അടി ശരിക്ക് കൊണ്ടാലേ ഇവരൊക്കെ പാഠം പിടിക്കുള്ളൂ. അന്ന് ആ റിട്ടയർഡ് ജഡ്ജി 75-80 വയസ്സ് റിട്ടയർഡ് ജഡ്ജിന് എന്തധികാരമാണ്, എന്താവശ്യം അധികാരത്തിന്? പണം പണില്ലേ, പ്രതാവില്ലേ? എന്നിട്ട് എന്തിനാണ് അവരത് ഇറങ്ങിയത്? അവിടെ ഒരു മനുഷ്യത്വമുണ്ട്, അവിടെ ഒരു തട്ടിപ്പിട് മനസ്സിലാക്കുക. അങ്ങനെ അദ്ദേഹം നിസ്വാർത്ഥമായിട്ട് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയില്ല ഇറങ്ങിയപ്പോഴേ അതിന് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഒന്നും തന്നെ സപ്പോർട്ടില്ല. അത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, രാഹുലിനോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ചെയ്യും. രാഹുൽ അവിടെ ഉണ്ടായില്ലേ, തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് ലക്ഷക്കണക്കാരെ പങ്കെടുത്ത്. അതൊന്നും പോരാ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തൊക്കെ പറഞ്ഞാലും ശരി, രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രസ്ഥാനത്തെയും അതിനോട് ചേർന്ന് ഇന്ത്യ മുന്നണിയുടെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയും ഈ ഒരു കാര്യത്തിലെങ്കിലും മെയ് മറന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് പ്രസംഗിച്ച ആൾ പറഞ്ഞേ, നമ്മുടെ ആനി രാജായും രാഹുൽ ഗാന്ധിയും ബീഹാറിൽ കെട്ടിപ്പിടിച്ച് കൈ കൊടുക്കുന്നതൊക്കെ. കാരണം അവർ ആദർശം ഒരു വലിയ വ്യത്യാസമുണ്ട്. എങ്കിലും ഇക്കാര്യത്തിൽ 100% സുതാര്യമായിരിക്കണം അതിന് രാഹുൽ ഗാന്ധി സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അവർ പോലും കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ സൗഹാർദ്ദം പങ്കിടുക. അവിടെ വേണ്ടത് അതാ രാഷ്ട്രീയം. അത് എല്ലാത്തും നമ്മൾ എതിർക്കാൻ പറ്റില്ല, എല്ലാത്തും യോജിക്കാനും പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിധിഷ്ഠിതമായിരിക്കണം, അല്ലെങ്കിൽ വിഷയാധിഷ്ഠിതമായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അയൽവക്കത്തിൽ ചെറിയ രാജ്യങ്ങളെല്ലാം നമുക്കെതിരെ. പാകിസ്ഥാൻ, അമേരിക്ക കയ്യിലെടുത്തിരിക്കുക. ചൈന പോയിട്ട് എന്തുമാത്രം ആയെന്നൊന്നും അറിയില്ല. മറ്റെല്ലാ രാജ്യങ്ങളും, റഷ്യയുടെ കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ? വളരെ സങ്കീർണമാണ് ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ, ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥ, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ. വളരെ സങ്കീർണമാണ്. ഒരു നിലക്കും മനുഷ്യൻ ജീവിക്കാൻ ചത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അക്ഷംപതി ശരിയാണ്. ഈ കൊലപാതകങ്ങൾക്കും ആത്മഹത്യക്കും പെണ്ണുവേഴ്സും എല്ലാം കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. എത്ര ആത്മഹത്യകൾ, എത്ര കൊലപാതകങ്ങൾ, എത്ര കഞ്ചാവ് വെച്ചോടൊക്കെ വരുന്നവരെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ദിവസമെങ്കിലും ജീവിക്കാന്നിട്ടാണ് കരുതി കൂട്ടിയതിനാണ് ചെറുപ്പക്കാർ ഇതിന് പോകുന്നത്. പിടിക്കുമെന്നും അകത്ത് ഇടുന്നും കണക്കി കൊണ്ട് തന്നെയാണ് കിട്ടിയാൽ അല്ലെങ്കിൽ പോയാൽ പോയി, കിട്ടിയാൽ ഒരു ആന പോയാൽ വാക്കെന്ന് പറയും പോലെ അങ്ങനെ ചെറുപ്പക്കാർ ഇറങ്ങുന്നത് കഞ്ചാവ്. ഈ കഞ്ചാവിൻ്റെ ഉറവിടം അല്ലെങ്കിൽ LSD-യുടെ ഉറവിടം നമ്മൾ അന്ന് മുദ്രാ തുറമുഖത്ത് വന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആ സാധനം ഒരു ടൺ കണക്കിന് വന്ന് എവിടെ പോയി? ആരുടെ കയ്യിൽ? അതിൽ നോക്കുന്നുണ്ടോ? റിസർവ് ബാങ്കിലേക്ക് എത്തിക്കാൻ പറഞ്ഞ 70 ലക്ഷത്തോളം കോടി രൂപയായിട്ട് പ്രിന്റ് ചെയ്ത കമ്പനിയിൽ നിന്ന് ഇറക്കി, പക്ഷെ റിസർവ് എത്തിയിട്ടില്ല. ആരോ ചോദിച്ചപ്പോൾ പറയാണ് അങ്ങനെ നോട്ടുകൂടെ എത്തിയില്ല എന്ന് റിസർവ് ബാങ്ക് ഉത്തരം പറഞ്ഞു. ഇത് വിവരാവകാശ പ്രകാരം ബോബി എന്നൊരാൾ ചോദിച്ചു പറഞ്ഞാണ്. അതിനെക്കുറിച്ച് ഒരു അന്വേഷണം റിസർവ് ബാങ്ക് നടത്തിയില്ല, ഒരു ചോദ്യം ഉണ്ടായില്ല. എവിടെ പോയി രൂപ? അങ്ങനെ കമ്പനികളെല്ലാം വിറ്റ് ഇപ്പം കണ്ടില്ലേ, 10-13 രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് 4000-5000 കോടിയൊക്കെ സംഭാവന കൊടുത്തിട്ടുണ്ട്. അവർ മുടിക്കുന്ന 300 കോടി പോലും മുടിക്കില്ലാന്ന്. ഈ പണം എവിടെ പോകുന്നു? ആരാണ് ഈ പാർട്ടികൾ? ഒരു കടലാസ് സംഘടനയല്ലേ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരാ? അപ്പോൾ നിഗൂഢമായ രീതിയിൽ നമ്മുടെ രാജ്യത്ത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പൂച്ചയും കാട്ടുപൂച്ച തമ്മിൽ ബാഹ്യശക്തികളും പിന്നെ ആന്തരിക ശക്തികളും എല്ലാം ചേർന്നിട്ട് രാജ്യത്തെ തകർക്കാനുള്ള ശ്രമത്തിലാണ്. അത് നമ്മൾ നിന്ന് കൊടുത്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താണ്. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്.